ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് മഷ്റൂം കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണ് ഇത്. ഇപ്പം ഈ ഓയിസ്റ്റർ മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ വൃത്തിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഈ മഷ്റൂം നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയിൽ കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ കീറിയാൽ മതി, എളുപ്പത്തിൽ കീറി കിട്ടുകയും ചെയ്യും. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ മഞ്ഞളും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനിപ്പോൾ ഇതാ ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കാടമം, 2 ക്ലോവ്സ്, ഒരു ചെറിയ പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയ്ക്ക് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വരണം. എന്നതിന് ശേഷം ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയ്ക്കൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് നമ്മുടെ സവാള വരണം. ഇപ്പോൾ എന്താ നമ്മുടെ സവാളയ്ക്കൊന്ന് ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയുടെ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തേങ്ങാക്കൊത്തും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത ശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 2 ടൊമാറ്റോ ആണ്, ചെറുതായിരുന്നു, അതുകൊണ്ട് 2 ആഡ് ചെയ്തു. അപ്പോൾ തക്കാളിയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡർ. മുളകൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു 1/4 to 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും. അപ്പോൾ മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. ഈ മസാല പൗഡറിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് പോയി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല പൗഡറൊക്കെ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞളും ചേർത്ത് പുരട്ടി വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഈ മഷ്റൂമിൽ പിടിക്കണം. മഷ്റൂം തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മളിതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ നോക്കൂ, മഷ്റൂം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഇതായിട്ടുണ്ട്. മുകളിൽ കൊറിയാൻഡർ ലീവ്സ് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ മഷ്റൂം മസാലയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.